അതൊരു കുഴപ്പമില്ലെന്ന് വെച്ചാൽ ആദ്യത്തെ നമുക്ക് തോന്നുന്നത് ഒരു റിപ്പീറ്റ് ഒക്കെ പോലെ തോന്നിയായിരുന്നു. ഫസ്റ്റ് സെക്കൻഡ് പോലെ റിപ്പീറ്റ് തമാശക്കേട്ട പോലെ തോന്നിയത്. പക്ഷേ വിൻറ്റേജിലേക്ക് വന്നപ്പോഴത്തേക്കും പടം ഏറ്റു വരുന്നുണ്ട്. ആ ലെവലിലേക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മൾ വിചാരിച്ചത് തന്നെ വിൻറ്റേജ് മാത്രമല്ല ഫ്യൂച്ചറും കാണിക്കുന്നുണ്ട്. മൂന്ന് കാലം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ആ പ്രസൻറ്റ് കാലം അതത്ര നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് റിപ്പീറ്റ് പോലെ തോന്നി. പക്ഷേ പുഴയിലേക്ക് വന്നപ്പോഴത്തേക്കും സംഗതി തമാശക്ക് ഏറ്റു വരുന്നുണ്ട്. അതായത് കുഴപ്പമില്ല. വരുന്നുണ്ട്. ആദ്യത്തെ ഞാൻ പറഞ്ഞില്ല, പ്രസൻറ്റ് കാലത്തെ കോമഡി റിപ്പീറ്റ് പോലെ എനിക്ക് തോന്നി. ഫസ്റ്റിൽ സെക്കൻഡ് റിപ്പീറ്റ് പോലെ തോന്നിയാലും പക്ഷേ പഴയ കാലം വന്നപ്പോഴത്തേക്കും അത് നന്നായിട്ട് ആയി വരുന്നുണ്ട്. കുഴപ്പമില്ല. ഹിറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട്. അത് മോശമൊന്നുമില്ല. ഹിറ്റ് അടിക്കാൻ തന്നെ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. അടിപൊളി, കുഴപ്പമില്ല. പടം കുഴപ്പമില്ല. ആട് ഫസ്റ്റ് സെക്കൻഡിലെ പോലെ അല്ല, 3 കിടക്കുമ്പോൾ കുറച്ച് എനിക്ക് ടൈം ട്രാവൽ ആ ഒരു മൂഡിലേക്ക് കയറി പോവുകയാണ് പടം. ഗംഭീര സിനിമ ആവാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് കിടക്കുമ്പോഴാണ് കുറച്ചുകൂടെ ബെറ്റർ ആവാൻ സാധ്യതയുള്ള സിനിമ. എന്തായാലും ഇത് ഫസ്റ്റ് സെക്കൻഡിനെ പോലെയല്ല, കുറച്ചും കൂടെ മണ്ടന്മാരായ കുറേ രാജാക്കന്മാർ. ഇത് ത്രൂ ഔട്ട് കോമഡിയാണ്. പക്ഷെ അത് സെക്കൻഡ് ഹാഫാണ് കുറച്ചുകൂടെ ബെറ്റർ ആവാൻ സാധ്യത. ഫസ്റ്റ് ഹാഫും അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് എല്ലാം വിനായകൻ്റെ കയ്യിലേക്ക് പടം വരുമ്പം ഒരു റേഞ്ച് മാറുന്നുണ്ട്. അതിന് ഗംഭീര പെർഫോമൻസ് ഇനി സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് ആവുള്ളൂ. ധർമ്മജൻ പൊളിയാണ്, ഒരു രക്ഷയില്ല. ധർമ്മജൻ അടിപൊളിയായിട്ടുണ്ട്. വിനായകനും സൂപ്പറായിട്ടുണ്ട്. എന്തായാലും പടം സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് നമുക്കൊരു പൂർണ്ണ വിവരം പറയാം. എന്തായാലും പടം നല്ല രീതിയിൽ പോകുന്നുണ്ട്. പടം പഴയ കാലഘട്ടമൊക്കെ കാണിക്കുന്നത് എങ്ങനെയുണ്ട്? അതാ ഞാൻ പറഞ്ഞ ഒരു മണ്ടന്മാരായ രാജഭരണമാണ് കാണിക്കുന്നത്. അത് കുറേ രാജാക്കന്മാർ പൊട്ടന്മാരായിട്ടുള്ള രാജാക്കന്മാരാണ്. ഇപ്പം ആട് സെക്കൻഡൊക്കെ തന്നെയാണ് പടം. പക്ഷേ ഇതൊരു ടൈം ട്രാവൽ അങ്ങനെ ആ ഒരു പീരീഡിലേക്ക് പോകുന്ന പടം. എന്തായാലും ഗംഭീര പടമാകാനാണ് സാധ്യത, അങ്ങനെയാണ് തോന്നുന്നത്. ഹൈപ്പ് മെയിൻറ്റെയിൻ ഞാൻ പറഞ്ഞില്ലേ, സെക്കൻഡ് ഹാഫിലേക്ക് കടന്ന് നമുക്ക് കണ്ടെങ്കിലാണ് പൂർണ്ണതായിട്ട് പറയാൻ പറ്റുള്ളൂ. പടം കുറച്ചും കൂടെ ബെറ്റർ ആവാൻ സെക്കൻഡ് ഹാഫായി. ചിരിക്കാനെല്ലാം ഉണ്ട്. ആട് 1-നേക്കാട്ടും നല്ലതാണ്. ആട് 2 അത്ര വന്നില്ല ഫസ്റ്റ് ഹാഫ്. ഷർബത്ത് ഷമീർ തകർത്തുണ്ട്. പാപ്പൻ പഴയ പോലെ തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. കുറച്ച് ഫാൻറ്റസിയിലുണ്ട്. പക്ഷേ ഇടയ്ക്കൊക്കെ കുറച്ച് കല്ലുകടികൾ തോന്നി. എന്നാലും കോമഡിയിലുണ്ട്. പടം കണ്ടിരിക്കാം. ചരിത്രമൊക്കെ എങ്ങനെയുണ്ട്? ചരിത്രവും ടൈം ട്രാവലിങ്ങും ഫാൻറ്റസിയും നന്നായിട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഒരു ഇടയ്ക്കൊക്കെ ചെറിയൊരു ലാഗ് പോലെ തോന്നി. പടം കണ്ടിരിക്കാം. പ്രൊഡ്യൂസറിനെ മുതലാക്കി കാശ് കിട്ടും. കോമഡി വർക്കൗട്ട് ആവല്ലോ. കോമഡി എല്ലായിടത്തും വർക്കൗട്ട് ആവുന്നില്ല, ചിലർ തന്നെ വർക്കൗട്ട് ആവുന്നുണ്ട്. ഇന്ദ്രൻസ് കോമഡിക്കാരൻ നല്ല സീരിയസ് തന്നെയാണ്. പിന്നെ ഷൈജി കുറുപ്പ് തന്നെ ചെയ്തിട്ടുണ്ട്, ധർമ്മജൻ തന്നെ ചെയ്തിട്ടുണ്ട്. ആട് 2 അത്രയും വരില്ല, പക്ഷെ ഫസ്റ്റിനെക്കാട്ടും നല്ലതാണ്. കണ്ടിരിക്കാം. ഇനി സെക്കൻഡ് ഹാഫ് കണ്ടു പറയാം. പ്രൊഡ്യൂസറിനെ എന്തായാലും മുതലാക്കി കാശ് കിട്ടും. കുഴപ്പമില്ല.